പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് ഒരുപക്ഷെ പ്രവൃത്തി പരിചയത്തിന് വഴിയൊരുക്കുന്നതിന് ഗുണകരമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുമുള്ള അവസരം വന്നു ചേരും. ഒരുപക്ഷെ അതിൻ്റെ പ്രവർത്തന തലം എന്നത് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല, കഴിഞ്ഞ 2 വർഷത്തെ നഷ്ടത്തെ പോലും അതിനെ അതിജീവിക്കാൻ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ സാധ്യത കാണുന്നതുമുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി സ്വന്തമുള്ള ജോലി ഉപേക്ഷിച്ച് ഒരുപക്ഷെ ജീവിത പങ്കാളി താമസിക്കുന്ന സ്ഥലത്ത് മറ്റൊരു ജോലി ലഭിക്കുക എന്നത് അത്ര തന്നെ വേഗത്തിൽ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷകളൊക്കെ നൽകുവാനിടവരും. ഒരുപക്ഷെ 5-6 മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ക്രമീകരിക്കുവാൻ ഇടവരും. സമയോചിതമായിട്ടുള്ള ഇടപെടലുകളെ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള മേഖലയുള്ള അനിഷ്ടാവസ്ഥകളും ക്ഷീണാവസ്ഥകളും അതിജീവിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴിയും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരമുണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്ക് ഉള്ള യാത്ര ഈ മാസമാണെങ്കിലും ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലാണെങ്കിലും ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുവാൻ പോലും സാധ്യതയുണ്ട്.